നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും രണ്ടാം വർഷ ഗണിത ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒന്നാം വർഷത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് രണ്ടാം വർഷത്തിൻ്റെ തുടക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്ന്, പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞ ശേഷം നിങ്ങൾ ദേശീയ തലത്തിലും അതേപോലെ സംസ്ഥാന തലങ്ങളിലും നടക്കുന്ന മത്സര പരീക്ഷകൾ എഴുതേണ്ടവരാണ് നിങ്ങളിൽ പലരും. അതുകൊണ്ട് തന്നെ ഈ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്ത് IIT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷന് വേണ്ടിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ വരുന്നത് മാത്തമാറ്റിക്സ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സ് വളരെ കാര്യഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അതേപോലെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള നിങ്ങളുടെ ഉപരിപഠനം എന്ന് നിങ്ങൾക്ക് പറയും. അങ്ങനെ വരുമ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. ഈ 1200 മാർക്കിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ മാത്സിന് ഏറ്റവും നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താലേ മതിയാവും. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി വേണം സെക്കൻഡ് ഇയർ പഠിക്കാനായിട്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിൽ നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്കറിയാം, ഒരു പാഠപുസ്തകമായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. ആ പാഠപുസ്തകത്തിൽ 16 അധ്യായങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ ഇവിടെ ഗണിതശാസ്ത്രം 2 പാഠപുസ്തകങ്ങളായിട്ടാണ് ഉള്ളത്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 1-ൽ 6 അധ്യായങ്ങളും പാർട്ട് 2-ൽ 7 അധ്യായങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ 7ഉം 6ഉം 13 അധ്യായങ്ങളാണ് സെക്കൻഡ് ഇയറിൽ നമുക്കാകെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇയറുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയറിൽ വന്നപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം 13ആയി കുറഞ്ഞു. അതൊരു വസ്തുതയാണ്. എന്നാലും നമുക്ക് ഈ സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പാർട്ട് 1-ൽ 6 ചാപ്റ്റേഴ്സാണെന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, സെക്കൻഡ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, തേർഡ് മെട്രിസസ്, ഫോർത്ത് ഡിറ്റർമിനൻസ്, ഫിഫ്ത്ത് ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, സിക്സ്ത് ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ 7th ചാപ്റ്റർ മുതലാണ് തുടങ്ങുക. ചാപ്റ്റർ 7 ഇൻ്റഗ്രൽസ്, 8 ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, 10 വെക്റ്റർ ഓൾജിബ്ര, 11 3-dimensional ജോമെട്രി, 12 ലീനിയർ പ്രോഗ്രാമിംഗ്, 13 പ്രോബബിലിറ്റി. ഇങ്ങനെ 13 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഓർമ്മയുണ്ട്, വളരെ ചെറിയ പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സെറ്റ്സ്, അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ബൈനോമിയൽ തിയറം, ലീനിയർ ഇനീക്വാളിറ്റീസ്, അങ്ങനെ ഒരുപാട് ചാപ്റ്റർ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ അതേപോലെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഇവിടെ കുറവാണ്. അതുമാത്രമല്ല, ഇവിടെ പല ചാപ്റ്ററും ഒന്നിൻ്റെ ബാലൻസാണ് ബാക്കി. എന്ന് പറഞ്ഞാൽ 5ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതറിയാമെങ്കിലേ 6ാമത്തെ ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കാൻ പറ്റും. അതേപോലെ 7ാമത്തെ ചാപ്റ്ററായ ഇൻ്റഗ്രൽസ് അറിയാമെങ്കിലേ 8-9 അധ്യായങ്ങൾ നമുക്ക് നന്നായി പഠിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് സെക്കൻഡ് ഇയറിലുണ്ട്. പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഇയർ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് വേണം നിങ്ങൾ സെക്കൻഡ് ഇയർ കൈകാര്യം ചെയ്യാൻ. കുറച്ചുകൂടി അധികം സമയം കണ്ടെത്തി പഠിക്കണം. മത്സര പരീക്ഷകൾക്ക് നമുക്ക് പോകേണ്ടതാണ് എന്നൊക്കെയുള്ള ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സെക്കൻഡ് ഇയർ പഠിച്ചു തുടങ്ങാൻ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സുകളിലേക്ക് വരുന്നു. സെക്കൻഡ് ഇയറിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സെക്കൻഡ് ഇയറിൻ്റെ 1ാമത്തെ പാഠം നമ്മൾ തുടങ്ങുകയാണ്. പാഠത്തിൻ്റെ പേരാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്.
ഈ പേര് കേൾക്കുമ്പോൾ നമുക്കാദ്യം ഓർമ്മ വരുന്നത് ഫസ്റ്റ് ഇയറിലെ രണ്ടാമത്തെ പാഠത്തെക്കുറിച്ചാണ്. കാരണം ഫസ്റ്റ് ഇയറിലെ രണ്ടാമത്തെ പാഠത്തിനും ഇതേ പേരായിരുന്നു. ഈ പാഠത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. 1 റിലേഷൻസ്, 2 ഫങ്ഷൻസ്, 3 ബൈനറി ഓപ്പറേഷൻസ്. ഇതിൽ റിലേഷൻസും ഫങ്ഷൻസും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞ 2 കൺസെപ്റ്റുകളാണ്. ഇതിൽ ബൈനറി ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ ഒരു പുതുമ തോന്നുന്നത്. പക്ഷേ എന്നാലും ഇതിൻ്റെ ആശയങ്ങൾ ഏതൊക്കെയോ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പേര് മാത്രം മാറ്റി പറയുന്നതേ ഉള്ളൂ. ഇത് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകും അത് ഏത് ക്ലാസ്സിലാണ് നമ്മൾ നേരത്തെ ഇത് പഠിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായ ഒരു ചാപ്റ്ററാണിത്. പാഠത്തിൻ്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇതിന് നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്തായിരിക്കും പഠിക്കുക? റിലേഷൻസാണ്. ഇവിടെ റിലേഷൻസ് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ റിലേഷനിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ നല്ലതുപോലെ നമ്മൾ ഒന്നുകൂടി ഓർക്കണം. എന്നിട്ടേ നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ റിലേഷൻ പഠിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡ് ഇയറിൻ്റെ റിലേഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ റിലേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്ന് നമുക്കൊന്ന് ഓർത്തതിന് ശേഷം സെക്കൻഡ് ഇയറിൻ്റെ പോർഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഈ റിലേഷൻസ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. റിലേഷൻസ് പഠിക്കുന്നതിന് മുമ്പ് റിലേഷനുമായി അടുത്ത ബന്ധമുള്ള മറ്റൊരു കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയുണ്ടായി. മറ്റൊരു കൺസെപ്റ്റാണ് ആദ്യം പഠിച്ചത്. അതെന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ക്രോസ് പ്രോഡക്റ്റ്. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എന്നും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നും കേട്ടിട്ട് ഓർമ്മ വരാത്തവർക്ക് എ ക്രോസ് ബി, ബി ക്രോസ് എന്ന് പറഞ്ഞാലെങ്കിലും ഓർമ്മ വന്നു കാണും. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് പറഞ്ഞതിന് ശേഷമാണ് റിലേഷൻസിലേക്ക് വരിക. അതിൻ്റെ കാരണം ഈ റിലേഷൻസിന് ക്രോസ് പ്രോഡക്റ്റുമായി അടുത്ത ബന്ധമുള്ളത് കൊണ്ടാണ്. ബന്ധം എന്താണെന്ന് പിന്നീട് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ക്രോസ് പ്രോഡക്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 2 സെറ്റുകളുടെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കാണാം എന്നൊന്ന് നോക്കാം. ക്രോസ് പ്രോഡക്റ്റ് കാണുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. എ ഈസിക്കൽ ടു സെറ്റ് 1, 2, 3, ബി ഈക്വൽ ടു സെറ്റ് 4, 5. ഈ 2 സെറ്റുകളുടെ ക്രോസ് പ്രോഡക്റ്റ് 2 രീതി കാണാം. എ ക്രോസ് ബി, ബി ക്രോസ് എ. ആദ്യം നമുക്ക് എ ക്രോസ് ബി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയേഴ്സിൻ്റെ സെറ്റാണ്. ഒരു ഓർഡേർഡ് പെയർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിങ്ങനെ, ഇതിനെ നമ്മൾ വായിക്കുക ഓർഡേർഡ് പെയർ 2, 3 എന്നാണ്. ഇതിൽ 2 എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ് പെയർ എന്ന് വിളിക്കാൻ കാരണം. ഓർഡേർഡ് പെയർ എന്ന് വിളിക്കാൻ കാരണം ഇത് ഫസ്റ്റും ഇത് സെക്കൻഡുമാണ് എന്നെടുക്കുന്നത് കൊണ്ടാണ്. ഓർഡേർഡ് പെയർ 2, 3യും ഓർഡേർഡ് പെയർ 3, 2യും ഈക്വൽ അല്ല എന്നും ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഓർഡേർഡ് പെയേഴ്സിൻ്റെ സെറ്റാണ്. എ ക്രോസ് ബി എഴുതുമ്പോൾ ഈ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ് എയിലുള്ളതാവണം, സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്നാവണം. അങ്ങനെ എഴുതാവുന്ന മാക്സിമം ഓർഡേർഡ് പെയേഴ്സിൻ്റെ സെറ്റാണ് എ ക്രോസ് ബി. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്നും. ഫസ്റ്റ് ഓർഡേർഡ് പെയർ ഏതാ? 1, 4. അടുത്ത ഏതായിരിക്കും? 1, 5, 2, 4, 2, 5, 3, 4, 3, 5. അപ്പോൾ എ ക്രോസ് ബി ഓർഡേർഡ് പെയർ 1, 4, ഓർഡേർഡ് പെയർ 1, 5. അടുത്ത 2 എണ്ണം ഓർഡേർഡ് പെയർ 2, 4, ഓർഡേർഡ് പെയർ 2, 5. അടുത്ത 2 എണ്ണം ഓർഡേർഡ് പെയർ 3, 4, ഓർഡേർഡ് പെയർ 3, 5. ഈ സെറ്റിന് വിളിക്കുന്ന പേരാണ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഓർഡേർഡ് പെയേഴ്സിൻ്റെ സെറ്റാണ്. ആ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻ്റ് എപ്പോഴും എയിലായിരിക്കും, സെക്കൻഡ് എലമെൻ്റ് എപ്പോഴും ബിയിലാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് ബി ക്രോസ് എ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ എന്ത് വ്യത്യാസമായിരിക്കും വരിക? ഈ ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലമെൻറ്റ് ബിയിലും സെക്കൻഡ് എലമെൻറ്റ് എയിലുമായിരിക്കും. അങ്ങനെ തിരിച്ചെഴുതണം. അപ്പോൾ ബി ക്രോസ് എയിൽ ഓർഡേർഡ് പെയർ 4, 1, 4, 2, 4, 3 അങ്ങനെ 3 എണ്ണം.
4 1 4 2 4 3. അടുത്ത മൂന്നെണ്ണം എങ്ങനെ വരിക? 5 1 5 2 5 3, 5 1 5 2 5 3. ഇതാണ് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ. നമുക്ക് എ ക്രോസ് ബി ബി ക്രോസ് എ കാണുന്ന ഒരു ചെറിയ എക്സാമ്പിളോട് ഒന്ന് ചെക്ക് ചെയ്യാം. എ ഈക്വൽ ടു സെറ്റ് 1 2, ബി ഈക്വൽ ടു സെറ്റ് 3 4 5. എ ക്രോസ് ബി പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പറയാം 1 2 1 3 1 4 1 5 1 3 1 4 1 5. അടുത്ത 2 3 2 4 2 5 2 3 2 4 2 5. തിരിച്ച് ബി ക്രോസ് ആകുമ്പോഴോ എന്താ സംഭവിക്കുക? നേരെ തിരിച്ചു പറയണം. 3 1 3 2 എല്ലാം ഓർഡേർഡ് പെയേഴ്സാണ്. 4 1 4 2 5 1 5 2. ഇതാണ് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ. എയിൽ 2 എലമെൻറ്റ്സ് ഉണ്ടാണ്ട് 1 2. അപ്പോൾ എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 2 ആണ്. ബിയിൽ എത്ര പേരുണ്ട്? 1 2 3. ബിയിൽ 3 പേർ. എ ക്രോസ് ബിയിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6. എ ക്രോസ് ബിയിൽ 6 പേർ. ബി ക്രോസ് എയിലും അതേപോലെ 6 പേരാണ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ബന്ധമുണ്ടോ? എയിൽ 2, ബിയിൽ 3. എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും 6 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 2ഉം 3ഉം കൂടെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 6 കിട്ടുക. എന്ന് പറഞ്ഞാൽ എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സും ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് എ ക്രോസ് ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയി മാറും. അപ്പോൾ എ ക്രോസ് ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാൻ എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. എൻ ഓഫ് എ, അതായത് എയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എം ആണെന്നും ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എൻ ആണെന്നും കരുതുക. അങ്ങനാണെങ്കിൽ എ ക്രോസ് ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാൻ ഇത് രണ്ടും കൂടെ ഈ പറഞ്ഞ കണക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എമ്മും എന്നൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എം ഇൻറ്റു എൻ, അതായത് എം എൻ. ഇതാണ് എ ക്രോസ് ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ക്രോസ് ബിയും ബി ക്രോസ് സിയും എഴുതാൻ നമ്മൾ പഠിച്ചു. അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാനും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. പിന്നീട് നിങ്ങളവിടെ കണ്ട എന്താണെന്ന് ഓർമ്മയുണ്ടോ? എ ക്രോസ് ബിയുടെ ആരോ ഡയഗ്രമാണ്. അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. ആരോ ഡയഗ്രം വരയ്ക്കാനൊക്കെ എല്ലാവരും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? മറന്നൊന്നും പോയിട്ടില്ലല്ലോ. ഇതാ ഇത് 2 സെറ്റാണ്, എയും ബിയും. എയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാ? 1ഉം 2ഉം. അപ്പോൾ ഞാൻ ഇവിടെ 1 എന്നും 2 എന്നും എഴുതി. ബിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാ? 3 4 5. അപ്പോൾ ഞാൻ ഇവിടെ 3 എഴുതി, 4 എഴുതി, 5 എഴുതി. ഇനി ഈ എ ക്രോസ് ബിയുടെ ആരോ ഡയഗ്രം വരയ്ക്കാൻ ഈ ഓർഡേർഡ് പെയറുകളെ എല്ലാം സൂചിപ്പിക്കുന്ന ആരോ ഇട്ടാൽ മതി. ഇവിടെ ഫസ്റ്റ് ഓർഡേർഡ് പെയർ ഏതാ? 1 3. അപ്പോൾ 1 നിന്ന് 3യിലേക്ക് ആരോ. അടുത്ത 1 4, 1 നിന്ന് 4ലേക്ക്. അടുത്തത് 1 5, 1 നിന്ന് 5ലേക്ക്. അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മൾ ചെയ്യുക? 2 3, അപ്പോൾ 2 നിന്ന് 3യിലേക്ക് പോകും. 2 4, 2 നിന്ന് 4ലേക്ക്. 2 5, 2 നിന്ന് 5ലേക്ക്. ഇതാണ് എ ക്രോസ് ബിയുടെ ആരോ ഡയഗ്രം. എന്ന് പറഞ്ഞാൽ എയിലെ ഒരു എലമെൻറ്റിൽ നിന്നും ബിയിലെ എല്ലാ എലമെൻറ്റ്സിലേക്കും ഒരു ആരോ മാർക്ക് ഇട്ടാൽ മതി. അത് കണക്ക് രണ്ടാമത് ഇതിലെ എലമെൻറ്റിൽ നിന്നും ഇതിലെ എല്ലാ എലമെൻറ്റ്സിലേക്കും ഒരു ആരോ മാർക്ക് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ എ ക്രോസ് ബിയുടെ ആരോ ഡയഗ്രം. ഈ ആരോ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ഉറപ്പായും ആരോ ഡയഗ്രമാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആരോ ഡയഗ്രത്തെയും കൂടെ നമ്മൾ കൂട്ടുപിടിച്ചു കൊണ്ടുപോകാനുള്ള കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രോസ് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കണ്ടത്. ഒന്നുകൂടെ, എ ക്രോസ് ബി എഴുതുന്നത് എങ്ങനെയാണ്, ബി ക്രോസ് എഴുതുന്നത് എങ്ങനെയാണ്. ഇതെല്ലാം ഓർഡേർഡ് പെയറുകളാണ്. ആ ഓർഡേർഡ് പെയർ എ ക്രോസ് ബി എഴുതുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എയിലും സെക്കൻഡ് എലമെൻറ്റ് ബിയിലെയും ആയിരിക്കും. ബി ക്രോസ് എഴുതുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ബി ആയിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് എ ആയിരിക്കും. പിന്നെ പറഞ്ഞു എ ക്രോസ് ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എങ്ങനെയാണ് കാണുക? എയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. പിന്നീട് ഇതേപോലെ എ ക്രോസ് ബിയുടെ ആരോ ഡയഗ്രമാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കണ്ടത്. ഫസ്റ്റ് ഇയറിൽ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് പഠിച്ചത് റിലേഷനാണ്. റിലേഷൻ, ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ബന്ധം. ഈ ബന്ധം എന്ന് പറയുന്ന വാക്ക് റിലേഷൻ, അത് നമ്മൾ എല്ലായിടത്തും കാണുന്നൊരു വാക്കാണ്. നമ്മുടെ ഫാമിലിയിൽ തന്നെയുണ്ട് റിലേഷൻസ്. എന്തൊക്കെ ടൈപ്പുള്ള റിലേഷൻസാണ് ഉള്ളത്? അച്ഛൻ, അമ്മ,
സഹോദരൻ, സഹോദരി, ഫ്രണ്ട്സ്, വൈഫ്, ഹസ്ബൻഡ്, ഇങ്ങനെ ഒരുപാട് റിലേഷൻസ് നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഈ റിലേഷൻ ഏതർത്ഥത്തിലാണോ നമുക്ക് ചുറ്റും നമ്മുടെ ഫാമിലിയിലും ഒക്കെ ഉപയോഗിക്കുന്നത്, അതേ അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ വ്യത്യാസം, നമുക്ക് ചുറ്റും കാണുന്ന റിലേഷൻ രണ്ട് വ്യക്തികളെ തമ്മിലാണ് കണക്ട് ചെയ്യുക, അതാണ്. പക്ഷേ മാത്സിലേക്ക് വരുമ്പോൾ വ്യക്തികളല്ല, പകരം മാത്സാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്കാരാ? നമ്മളുടെ കൂട്ടുകാർ സംഖ്യകളാണ്. അപ്പോൾ ഈ സംഖ്യകളെ തമ്മിലാണ് റിലേഷൻസ് കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. സംഖ്യകൾ മാത്രമല്ല, മാത്തമാറ്റിക്കൽ ഷേപ്പുകളുണ്ടല്ലോ. ട്രയാങ്കിൾസിനെ കണക്ട് ചെയ്യാം, സർക്കിൾസിനെ കണക്ട് ചെയ്യാം, അതേപോലെ സ്ട്രെയിറ്റ് ലൈൻസിനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സുമായിട്ടും സംഖ്യകളുമായിട്ടുമുള്ള റിലേഷൻസാണ് നമ്മളിവിടെ സെക്കൻഡ് ഇയർ ഇവിടെ മാത്സിൽ വരുമ്പോൾ റിലേഷൻ സംബന്ധിച്ച് നമ്മൾ പറയുക. നമുക്കൊരു എക്സാമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ റിലേഷൻ മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. ഒന്ന് നോക്കിയിരിക്കുക. റിലേഷൻ എന്താണ്? നമുക്ക് രണ്ട് സെറ്റുകൾ വരയ്ക്കുന്നു. എല്ലാം സെറ്റിൽ നിന്നാണല്ലോ തുടങ്ങുക. ഈ സെറ്റിൽ ഞാനൊരു 3 അനിമൽസിൻ്റെ പേരെഴുതുകയാണ്. ഒരു ഡോഗ്, ക്യാറ്റ്, കൗ. ഇവിടെ ഗ്രാസ്, ഫിഷ്, മിൽക്ക്. എന്നിട്ട് ഇതിലെ എലമെൻസിനോട് ആരോ മാർക്കിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? ആരും ഇവിടെ ഒന്ന് നോക്കി, ഇവിടെ ന്യായമായി ഒന്ന് നോക്കുക. പെട്ടെന്ന് നമുക്ക് തോന്നുന്നില്ലേ? ഞാൻ ഡോഗിൽ നിന്ന് ആരോ മാർക്ക് ഇടുന്നത് ഫിഷിലേക്കാണ്. കാര്യം മനസ്സിലായി കാണുമല്ലോ. ഡോഗിൻ്റെ ഫുഡാണ് ഇത് ഫിഷ്. അതാണ് ആരോ അങ്ങനെ കൊടുക്കാൻ കാരണം. അപ്പോൾ ഈ ക്യാറ്റിൽ നിന്ന് എങ്ങോട്ടൊക്കെയാണ്? ക്യാറ്റ് ഫിഷും കഴിക്കാറുണ്ട്, മിൽക്കും ഉണ്ട്. അപ്പോൾ ഈ ക്യാറ്റിൽ നിന്ന് ഇത് രണ്ടിലേക്കും ആരോ ഇട്ടു. അപ്പോൾ ഈ കൗവിൽ നിന്ന് എങ്ങോട്ടായിരിക്കും ആരും വരിക? ഉറപ്പായിട്ടും ഈ തന്നിരിക്കുന്നതിൽ കൗവിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ഗ്രാസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് സെറ്റിലെ എലമെൻസിനെ തമ്മിൽ ഞാനൊന്ന് കണക്ട് ചെയ്തു. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഒരനിമലിനെ അതിൻ്റെ ഫുഡിലേക്കാണ് കണക്ഷൻ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് സെറ്റുകൾ എഴുതിയിട്ട് അതിലെ എലമെൻസിനെ തമ്മിൽ ഇങ്ങനെ ആരോ മാർക്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് എഴുതിയാൽ ഇതൊരു റിലേഷനായി. ഇത്രയേ ഉള്ളൂ റിലേഷൻ. അപ്പോൾ എന്താ റിലേഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് എലമെൻസുകൾ തമ്മിലുള്ള ഒരു കണക്ഷനാണ് റിലേഷൻ. ഇതൊരു റിലേഷനാണ്. ഇവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ അനിമലിനെയും അതിൻ്റെ ഫുഡിലേക്ക് റിലേറ്റ് ചെയ്തു. റിലേഷൻ മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി നമ്മൾ ഈ ക്യാറ്റും ഡോഗും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് നമ്പേഴ്സിനെ കൊണ്ടുവരാം. നമ്പേഴ്സിനെ കൊണ്ടുപോകാൻ നമുക്ക് ഇതേപോലെ റിലേഷൻ ഒന്ന് അവിടെ ഡിഫൈൻ ചെയ്യാം. അത് നമുക്ക് രണ്ട് സെറ്റ് എടുക്കാം. എ ഈസിക്കൽ ടു സെറ്റ് 1, 2, 3. ബി ഈക്വൽ ടു സെറ്റ് 4, 5, 6. ഇത് രണ്ട് സെറ്റുകളാണ്. ആദ്യം നമുക്ക് എ ക്രോസ് ബി ഒന്ന് എഴുതി വയ്ക്കാം. കാരണം ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. എ ക്രോസ് ബി ഈസിക്കൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ. നേരത്തെ നമ്മൾ കണ്ടു എ ക്രോസ് ബി എങ്ങനെ എഴുതുകയെന്ന്. 1, 4, 1, 5, 1, 6. 1, 4, 1, 5, 1, 6. അടുത്ത മൂന്നെണ്ണം എങ്ങനെ വരിക? 2, 4, 2, 5, 2, 6. 2, 4, 2, 5, 2, 6. ഇനിയുണ്ടല്ലോ ഒരു മൂന്നെണ്ണം കൂടി. 3, 4, 3, 5, 3, 6. 3, 4, 3, 5, 3, 6. ഇതാണ് എ ക്രോസ് ബി. ഇതെവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ എയും ബിയും തമ്മിലൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാം. ഒന്ന് നോക്കിയിരിക്കുക. ആദ്യം എ എന്ന സെറ്റിൽ 1ഉം 2ഉം 3. ബി എന്ന സെറ്റിൽ 4ഉം 5ഉം 6 എഴുതി. ഇനി ഞാൻ പറയുന്ന റിലേഷൻ ശ്രദ്ധിച്ച് കേൾക്കണം. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ റിലേഷൻ അതിനേക്കാൾ 3 കൂടിയ സംഖ്യയിലോട്ടാണ്. ഒരു എലമെൻറ്റിൻ്റെ റിലേഷൻ അതിനേക്കാൾ 3 കൂടിയ സംഖ്യയിലേക്കാണ്. അതായത് 10ൻ്റെ റിലേഷൻ വരുന്നത് 10നേക്കാൾ 3 കൂടിയ സംഖ്യയിലേക്കാണ്. 10നേക്കാൾ 3 കൂടിയ സംഖ്യ ഏതാ? 13 അല്ലേ? അപ്പോൾ ഈ 10ൻ്റെ റിലേഷൻ 13ലോട്ടാണ് വരിക. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്.
അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ആരോ മാർക്കുകൾ ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇടും? ഒന്നുകൂടെ, ഒരു നമ്പറിന് റിലേഷൻ വരുന്നത് അതിനേക്കാൾ 3 കൂടിയ സംഖ്യയിലോട്ടാണ്. അപ്പോൾ ഈ 1ന് റിലേഷൻ ഇതിലേതിനോട്ടാണ് നോക്കാം നമുക്ക്. 1നേക്കാൾ 3 കൂടിയ സംഖ്യ ഏതാ? 4 അല്ലേ? അപ്പോൾ 1 4 ഇടേണ്ട എങ്ങോട്ടാ? 4ലേക്കാണ്. 2നേക്കാൾ 3 കൂടിയ സംഖ്യ ഏതാ? 5 അല്ലേ? അപ്പോൾ 2 4 മാർക്ക് പോകേണ്ടത് 5ലേക്കാണ്. 3യേക്കാൾ 3 കൂടിയ സംഖ്യ ഏതാ? 6 അല്ലേ? അപ്പോൾ 3യിൽ നിന്നും ആരോ പോകുന്നത് 6 ആണ്. റിലേഷനായി ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ 2 സെറ്റിലെ എലമെൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇതിന് വിളിക്കുന്ന പേരാണ് റിലേഷൻ. റിലേഷൻ നമ്മൾ സാധാരണ കൊടുക്കുന്ന പേര് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ, R എന്നാണ്. ഇതതിൻ്റെ ആരോ ഡയഗ്രമാണ്. ഈ ആരോ ഡയഗ്രത്തെ ഓർഡേർഡ് പെയറിൻ്റെ രൂപത്തിൽ എഴുതാനും നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചു. ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ ആരോ മാർക്കുകൾ ഉള്ള എലമെൻസിനെ തമ്മിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ 1ൽ നിന്ന് 4ലേക്കാണ് ആരോ. അപ്പോൾ റിലേഷനിൽ ആദ്യത്തെ ഓർഡേർഡ് പെയർ ഏതാ? 1 4. 2ൽ നിന്ന് 5ലേക്കാണ്. അപ്പോൾ അടുത്ത ഓർഡേർഡ് പെയർ ഏതാ? 2 5. 3ൽ നിന്ന് 6ലേക്കാണ്. അപ്പോൾ അടുത്ത ഓർഡേർഡ് പെയർ ഏതാ? 3 6. ഇതൊരു റിലേഷനാണ്. ഈ റിലേഷനിൽ 3 ഓർഡേർഡ് പെയേഴ്സേ ഉള്ളൂ. ഇനി ഈ റിലേഷനും A ക്രോസ് Bയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. ഈ റിലേഷനകത്ത് വന്ന 3 ഓർഡേർഡ് പെയർ 1 4 2 5 3 6, ഇത് 3ഉം നമുക്കിവിടെ കാണാം. നോക്കിയേ, 1 4 ഇത് അവിടെയുണ്ട്, 2 5 അതിതാ ഇവിടെ ഉണ്ട്, 3 6 അതിവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിലെ എല്ലാ ഓർഡേർഡ് പെയറും നമുക്ക് ഈ A ക്രോസ് Bയിൽ കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഈ റിലേഷൻ ഈ A ക്രോസ് Bയുടെ സബ്സെറ്റാണ്. ഇതാണ് A ക്രോസ് Bയും റിലേഷനുമായിട്ടുള്ള ബന്ധം. എയിൽ നിന്ന് ബിയിലേക്ക് നിങ്ങൾ ഏത് റിലേഷൻ എഴുതിയാലും ആ റിലേഷൻസ് എല്ലാം ആരുടെ സബ്സെറ്റാണ്? A ക്രോസ് Bയുടെ സബ്സെറ്റാണ്. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് A ക്രോസ് B. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷനാണ് നമ്മൾ എഴുതിയിരിക്കുക. ഈ റിലേഷനും A ക്രോസ് Bയും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. ഈ റിലേഷൻ A ക്രോസ് Bയുടെ സബ്സെറ്റാണ്. ഈ റിലേഷനകത്ത് 3 ഓർഡേർഡ് പെയേഴ്സ് നമുക്ക് കാണാം. ഫസ്റ്റ് ഓർഡേർഡ് പെയർ 1 4, അടുത്തത് 2 5, അടുത്ത 3 6. ഈ ഓർഡേർഡ് പെയേഴ്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് ഏതൊക്കെയാ? 1 2 3. ആ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സെറ്റ് 1 2 3. ഈ സെറ്റിന് വിളിക്കുന്ന പേരാണ് ആ റിലേഷൻ്റെ ഡൊമൈൻ എന്നു പേര്. അപ്പോഴെന്താണ് ഡൊമൈൻ? ഒരു റിലേഷനകത്തുള്ള ഓർഡേർഡ് പെയേഴ്സിൽ ഫസ്റ്റ് എലമെൻറ്റുകളെ സെറ്റിനകത്ത് കോമയിട്ട് എഴുതിയാൽ ഈ സെറ്റിനെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കും. അതേപോലെ ഇതിൻ്റെ രണ്ടാമത്തെ എലമെൻറ്റുകൾ ഏതൊക്കെയാ? 4 5 6. അതിൻ്റെ സെറ്റ് 4 5 6. അതിന് വിളിക്കുന്ന പേരാണ് ആ റിലേഷൻ്റെ റേഞ്ച്. അപ്പോൾ പുതിയ 2 വാക്കുകൾ, ഡൊമൈനും റേഞ്ചും. അപ്പോൾ ഈ റിലേഷനകത്തുള്ള ഓർഡേർഡ് പെയേഴ്സിലെ ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റ് ഡൊമൈനാണ്, സെക്കൻഡ് എലമെൻറ്റുകളുടെ സെറ്റാണ് റേഞ്ച്. ഇതെഴുതുന്ന സമയത്ത് ഈ സെറ്റിൻ്റെ സിമ്പൽ ഇടാൻ മറന്നു പോകരുത്. എലമെൻറ്റ്സ് മാത്രം കോമയിട്ട് എഴുതിയാൽ പോരാ, ഉറപ്പായും അതിൽ സെറ്റിൻ്റെ സിമ്പൽ കൂടി ഇട്ടിരിക്കണം. ഇനി നമ്മൾ മറ്റൊരു കാര്യം പറയുമ്പോൾ ഈ സെറ്റിലെ ഈ റിലേഷൻ നോക്കിയേ, അതിനകത്ത് ഫസ്റ്റ് ഓർഡേർഡ് പെയർ ഏതാ? 1 4. അതിൻ്റെ അർത്ഥം 1ന് 4നോട് റിലേഷൻ ഉണ്ടെന്നാണ്. അടുത്ത ഓർഡേർഡ് പെയർ 2 5. അതിൻ്റെ മീനിങ് 2ന് 5നോട് റിലേഷൻ ഉണ്ടെന്നാണ്. അടുത്ത ഓർഡേർഡ് പെയർ 3 6. അതിൻ്റെ മീനിങ് 3ക്ക് 6നോട് റിലേഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ 1ന് 4നോട്, അവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഓർഡേർഡ് പെയർ 1 4 6ലുണ്ടെങ്കിൽ 1ന് 4നോടാണ് റിലേഷനുണ്ട്. ഒരിക്കലും 4ന് 1നോടുണ്ടെന്ന മീനിങ് ഇല്ല. 4ന് 1നോട് ഉണ്ടാകണമെങ്കിൽ ഇതിൽ 4 1 ഉണ്ടാവണം. അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജനറലൈസ് ഇതിങ്ങനെ പറയാം. എ ബി എന്ന ഓർഡേർഡ് പെയർ ആറിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എയ്ക്ക് ബിയോട് റിലേഷൻ ഉണ്ടായിരിക്കും. എ ബി എലമെൻ്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ ഈസ് റിലേറ്റഡ് ടു ബി. ഇതാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഈ റിലേഷൻ ആർ എഴുതിയാൽ അതിൽ എ ബി എന്ന ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എയ്ക്ക് ബിയോട് റിലേഷൻ ഉണ്ടെന്നാണ്. ഒരിക്കലും ബി കെയോടുണ്ടെന്ന് അർത്ഥമില്ല.
ബി കെയോട് റിലേഷൻ ഉണ്ടാകണമെങ്കിൽ ബി എ എന്ന ഓർഡേർഡ് പെയർ ആ റിലേഷനകത്ത് മസ്റ്റായിട്ടും ഉണ്ടാവണം. എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു റിലേഷൻ എ ക്രോസ് ബിയുടെ സബ്സെറ്റാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ആരോ മാർക്കെല്ലാം മായ്ച്ചിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ആരോ കൊടുത്ത് തിരിച്ചൊക്കെ 1 നിന്ന് 5 ആരോ മാറ്റിയിട്ടിട്ട് അതിനെ വീണ്ടും ഓർഡേർഡ് പെയേഴ്സിൻ്റെ രൂപത്തിൽ എഴുതിയാൽ ഉറപ്പായിട്ടും ആ ഓർഡേർഡ് പെയറുകളെല്ലാം എ ക്രോസ് ബിയിൽ നിന്നും തന്നെ ഉള്ളതായിരിക്കും. അതായത് അപ്പോഴും ആ റിലേഷനും എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. ചുരുക്കം പറഞ്ഞാൽ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഏത് റിലേഷൻ എഴുതിയാലും ആ റിലേഷൻസ് എല്ലാം എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ വർഷം ജനറലൈസ് ചെയ്ത് പഠിച്ചത്. എ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. എ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് അവസാനം ജനറലൈസ് ചെയ്തത്. ഒരു റിലേഷൻ എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ എളുപ്പമാണ്. ഇത് കണക്കൊരു എ ക്രോസ് ബി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു റിലേഷൻ ആർ എഴുതാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് എഴുതിയാൽ മതി. നമുക്ക് ഇതിൽ നിന്നൊരു 3 4 ഓർഡേർഡ് പെയറുകളൊന്ന് പറക്കി വയ്ക്കുന്നു. 2 4 2 5 ഇതൊരു റിലേഷനായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, നമ്മൾ നേരത്തെ ഒരു റിലേഷൻ എഴുതിയപ്പോൾ അവിടെ നമ്മൾ കണ്ടത് ഒരെലമെൻറ്റിൻ്റെ റിലേഷൻ അതിനേക്കാൾ 3 കൂടിയ സംഖ്യയോടായിരുന്നു. അങ്ങനെ അതിലെ ഓർഡേർഡ് പെയറിലെ 2 എലമെൻറ്റ്സ് തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഒന്നിനേക്കാൾ 3 കൂടുതലാണ് മറ്റതെന്ന് നമുക്കവിടെ മനസ്സിലായായിരുന്നു. പക്ഷേ അത് കണക്കൊരു ബന്ധം ഇവിടെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതിനെ വേണമെങ്കിൽ എ എന്നും ഇതിനെ ബി എന്നും വിളിച്ചാൽ ഇവിടെ എയും ബിയും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റില്ല. എന്നാലും ഇതും എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനാണ്. അതായത് എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റ് നമ്മൾ എഴുതിയാലും ആ സബ്സെറ്റുകളെല്ലാം എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് എ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ആ റിലേഷൻ എഴുതുമ്പോൾ ചിലപ്പോൾ അതിലെ ഓർഡേർഡ് പെയറുകൾ നോക്കിയാൽ അതിലെ 2 എലമെൻറ്റുകൾ തമ്മിലുള്ള ബന്ധം നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ചിലതിൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓൾജിബ്രായിക്കലി എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷെ ചിലതിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് നോട്ടത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഇതും ഈ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ്. സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ അത് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനായിരിക്കും. ഈ എ ക്രോസ് ബി ഒരു റിലേഷനാണോ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെല്ലാം റിലേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി റിലേഷനാണോ എന്നറിയാൻ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണോ നോക്കിയാൽ പോരെ. നമ്മൾ ഫസ്റ്റ് ഇയർ ഇങ്ങനെ പഠിച്ചായിരുന്നു, എയുടെ തന്നെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം എ ക്രോസ് ബിയുടെ തന്നെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയും ഒരു റിലേഷനാണ്. ഈ എ ക്രോസ് ബിക്ക് വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. എ ക്രോസ് ബിയുടെ പേര് യൂണിവേഴ്സൽ റിലേഷൻ. അടുത്ത നമ്മൾ നോക്കുന്നത് നൾ സെറ്റ് റിലേഷനാണോ എന്നാണ്. നൾ സെറ്റ് എ ക്രോസ് ബിയുടെ സബ്സെറ്റാണോ? ആണ്. കാരണം നൾ സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. അപ്പോൾ ഈ നൾ സെറ്റും ഒരു റിലേഷനാണല്ലോ. നൾ സെറ്റിൻ്റെ പേരാണ് എം ടി റിലേഷൻ. അപ്പോൾ എ ക്രോസ് ബി ഒരു റിലേഷനാണ്, അതിൻ്റെ പേര് യൂണിവേഴ്സൽ റിലേഷൻ. നൾ സെറ്റ് ഒരു റിലേഷനാണ്, അതിൻ്റെ പേര് എം ടി റിലേഷൻ. ഈ യൂണിവേഴ്സൽ റിലേഷൻ ആൻഡ് എം ടി റിലേഷൻ ഇവർക്ക് മറ്റൊരു പേരുണ്ട്, ട്രിവിയൽ റിലേഷൻ എന്നും നമ്മൾ ഇവരെ വിളിക്കാറുണ്ട്. യൂണിവേഴ്സൽ റിലേഷൻ ആൻഡ് എം ടി റിലേഷൻ അവരുടെ മറ്റൊരു പേരാണ് ട്രിവിയൽ റിലേഷൻ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എഴുതാവുന്ന ഏറ്റവും വലിയ റിലേഷൻ ഏതാണെന്നറിയാമോ? വലുതെന്ന് പറയുന്നത് ഓർഡേർഡ് പെയേഴ്സിൻ്റെ എണ്ണം കൂടിയത്. അത് ഉറപ്പായിട്ടും ആരായിരിക്കും? എ ക്രോസ് ബി. ഏറ്റവും ചെറിയ റിലേഷൻ ഏതായിരിക്കും? അത് നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ ഈ റിലേഷൻ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഒരു റിലേഷൻ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഏത് റിലേഷൻ എഴുതിയാലും അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. എ ക്രോസ് ബിയുടെ എല്ലാ സബ്സെറ്റുകളും റിലേഷൻസ് ആണ്. എ ക്രോസ് ബിയുടെ എല്ലാ സബ്സെറ്റുകളും റിലേഷൻസ് ആണ്. എ ക്രോസ് ബി തന്നെ ഒരു റിലേഷനാണ്, അതിൻ്റെ പേര് യൂണിവേഴ്സൽ റിലേഷൻ.
നൾ സെറ്റ് ഒരു റിലേഷനാണ്, അതിൻ്റെ പേര് എം ടി റിലേഷൻ. ഇനി റിലേഷൻസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, റിലേഷൻസിൻ്റെ എണ്ണം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെല്ലാം റിലേഷൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. എ ക്രോസ് ബിയുടെ എല്ലാ സബ്സെറ്റും റിലേഷനാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിൻ്റെ എണ്ണം കാണാൻ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ. സബ്സെറ്റിൻ്റെ എണ്ണം കാണുന്ന ഫോമുല നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു, 2n ആണ്. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റിൻ്റെ എണ്ണം കാണാൻ ഇവിടെ എന്നിനു പകരം എ ക്രോസ് ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എ ക്രോസ് ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് mn ആണ്. അപ്പോൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കുന്ന ഫോമുല 2n. അവിടെ m എന്ന് പറയുന്നത് എയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സും n എന്ന് പറയുന്നത് ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സുമാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസിൻ്റെ ഫോമുലയാണ് 2n, വേർ m ഈസ് ദ number of elements in A and n is the number of elements in B. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയറിൽ റിലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടെ, വാട്ട് ഈസ് എ റിലേഷൻ? എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ഏത് റിലേഷൻ നമ്മൾ എഴുതിയാലും അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. തിരിച്ചും പറയാം, എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റ് എഴുതിയാലും അത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനാണ്. ചില റിലേഷനിലെ ഓർഡേർഡ് പെയർ എക്സും വൈയും കാണുമ്പോൾ അവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും, ചിലതിൽ അങ്ങനെ ബോധ്യപ്പെടില്ല. ഇനി ഒരു ഓർഡേർഡ് പെയർ എ ബി എന്ന ഓർഡേർഡ് പെയർ ഒരു റിലേഷൻ ആറിനകത്ത് വന്നാൽ അതിൻ്റെ അർത്ഥം എയ്ക്ക് ബിയോട് റിലേഷൻ ഉണ്ട് എന്നാണ്. തിരിച്ചുള്ള അർത്ഥമില്ല. എ ബി ഉണ്ടെങ്കിൽ എയ്ക്ക് ബിയോടുണ്ടെന്നേ ഉള്ളൂ, ബിക്ക് എയോടുണ്ട് എന്നർത്ഥം അവിടെ ഇല്ല. പിന്നെ റിലേഷൻ്റെ എണ്ണം കാണുന്ന ഫോമുലയും നമ്മൾ പഠിച്ചു. ഫോമുല എന്താ? 2n. What is m? Number of elements in A. n എന്താണ്? Number of elements in B. രണ്ടാം വർഷ ഗണിത ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്തതാണ്. ഇത് നല്ലതുപോലെ അറിയാമെങ്കിലേ സെക്കൻഡ് ഇയറിലെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ 1-2 പ്രാവശ്യം കാണുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ നോട്ട്സ് PDF-ൻ്റെ രൂപത്തിൽ തന്നിട്ടുണ്ടാകും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആ നോട്ട് ഒരു നോട്ട് ബുക്കിൽ എഴുതണം ആദ്യം. എന്നിട്ട് അത് നല്ലതുപോലെ വായിച്ച് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാം വർഷ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നതാണ്. നന്ദി.